ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ട്രാൻസ്ഫോമറും അതുപോലെ ഫാനിൻ്റെ റെഗുലേറ്റർ സ്വിച്ചിൻ്റെ സെലക്ടർ സ്വിച്ചുമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ റെഗുലേറ്ററിൻ്റെ സെലക്ടർ സ്വിച്ച് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതുപോലത്തെ സെലക്ടർ സ്വിച്ച് കടയിൽ മേടിക്കാനും കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ പോലെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ ഔട്ടിൽ ഞാൻ ഈ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെലക്ടർ സ്വിച്ചിൽ ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു സെലക്ടർ സ്വിച്ച് തിരിക്കുന്നതനുസരിച്ച് വെളിച്ചം കൂടി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഞാനിവിടെ ലോക്ക്ഡൗണൊക്കെ ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ നമ്മൾ കൂടുതൽ ആളുകൾ ഉണ്ടാക്കുന്നത് IC ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്ററാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിലെ വയറൊക്കെ കൂട്ടിമുട്ടിയിട്ട് വേഗം തന്നെ അതിന് ഉപയോഗിക്കുന്ന IC കംപ്ലൈൻ്റ് ആയി പോകും. അതുപോലെ നമുക്ക് അതിനകത്ത് ഒരുപാട് ലോഡും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിനനുസരിച്ച് ലോഡ് നമുക്ക് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ട്രാൻസ്ഫോമറിലൂടെ 3 വോൾട്ട് 6 വോൾട്ട് 9 വോൾട്ട് 12 വോൾട്ട് ഇത്രയും ഔട്ടുകൾ കിട്ടുന്ന രീതിയിലേക്കാണ് റീവൈൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു ട്രാൻസ്ഫോമർ റീവൈൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടു നോക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യം ഇതുപോലുള്ള ഫാനിനൊക്കെ ഉപയോഗിക്കുന്ന റെഗുലേറ്ററിൻ്റെ സെലക്ടർ സ്വിച്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ സെലക്ടർ സ്വിച്ച് മേടിക്കാനും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ റെഗുലേറ്ററിൻ്റെ ഈ ഒരു സെലക്ടർ സ്വിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇൻപുട്ട് കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു കോമൺ പിന്നിൽ മൾട്ടിമീറ്ററിന് ഒരു കേബിൾ കണക്ട് ചെയ്യുക. പിന്നെ ഈ ചുറ്റിനുള്ള ഓരോ ലെഗുകളിൽ ഓരോ ഇതിലേക്ക് മാറ്റിയിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചെടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള സെലക്ടർ സ്വിച്ച് മേടിക്കാനും കിട്ടും. അത് 4 വേ 6 വേ 8 വേ അങ്ങനെയുള്ള മേടിക്കാൻ കിട്ടും. അങ്ങനെയുള്ള മേടിക്കുകയാണെങ്കിൽ ഇത്രയും പാടില്ല, എളുപ്പമുണ്ട് പരിപാടി. അപ്പോൾ ഞാൻ ഈ ഒരു സെലക്ടർ സ്വിച്ചിൻ്റെ 5 ഇൻപുട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇൻപുട്ട് 1, അതുപോലെ ഈ കാണുന്ന ഇൻപുട്ട് 2, ഇൻപുട്ട് 3, ഇൻപുട്ട് 4, ഇൻപുട്ട് 5. പിന്നെയുള്ള ഈ ഒരു കാലിൽ കണക്ട് ചെയ്യരുത്. ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ഓഫ് ആക്കിയാലും വർക്ക് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയിടുക. അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു സെലക്ടർ സ്വിച്ചിൻ്റെ 1.5 വെട്ടുള്ള കാലുകളിലാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് പലതിലും പല രീതിയായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ സെലക്ടർ സ്വിച്ച് മേടിക്കുന്നതിനാണ് പരിപാടി എളുപ്പം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സെലക്ടർ സ്വിച്ചിൽ മൊത്തത്തിൽ 6 വയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. 5 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് വരുന്നത്. ഈ കാണുന്നതെല്ലാം ഇൻപുട്ടും ഒറ്റയ്ക്ക് ഇവിടെ മാറ്റിയിട്ടേക്കുന്ന ഈ ഒരു വയറാണ് കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഇതിന് നമ്മൾ റീവൈൻഡ് ചെയ്ത് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ റീവൈൻഡ് എടുത്തേക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിലെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, അതായത് ഈ ഒരു ഒന്നാമത്തെ ഈ ഒരു 0 വോൾട്ട് കിട്ടുന്ന ഈ ഒരു പോയിൻറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് വയറിൽ ഒന്നാമത്തത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നമുക്ക് ലോഡ് കണക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ ബൾബാണ് കണക്ട് ചെയ്ത് കാണിക്കുന്നത്. അതിലിപ്പം ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് റെക്ടിഫയർ ഒന്നും ഉപയോഗിക്കാതെയാണ്. DC ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ റെക്ടിഫയർ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ റെക്ടിഫയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബൾബ് കണക്ട് ചെയ്ത ഈ പോയിന്റ്, അതായത് സെക്കൻഡറി കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആ ഒരു പോയിന്റിലേക്ക് റെക്ടിഫയറിൻ്റെ ഒരു ഇൻപുട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ ഔട്ട്പുട്ട് അത് ഈ ഒരു സെലക്ടർ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്ന ഈ ഒരു വയറാണ്. അപ്പോൾ ഈ ഒരു വയർ ഞാൻ ഈ ഒരു ബൾബിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇപ്പം. അപ്പോൾ നിങ്ങൾക്ക് DC ഔട്ട്പുട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബൾബ് കണക്ട് ചെയ്ത സ്ഥാനത്ത് റെക്ടിഫയർ കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ഡയഗ്രാം കൂടി വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തേക്കാം, കുറച്ചിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ 3 വോൾട്ട് കിട്ടുന്ന ടാപ്പിംഗ് പോയിന്റിലേക്ക് നമ്മുടെ സെലക്ടർ സ്വിച്ചിൻ്റെ ഒന്നാമത്തെ ഇൻപുട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സെലക്ടർ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് 6 വോൾട്ട് കിട്ടുന്ന ടാപ്പിംഗ് പോയിന്റിലേക്കും സെലക്ടർ സ്വിച്ചിൻ്റെ മൂന്നാമത്തെ ഇൻപുട്ടിലേക്ക് ട്രാൻസ്ഫോമറിൻ്റെ 9 വോൾട്ട് കിട്ടുന്ന ടാപ്പിംഗ് പോയിന്റിലേക്കും കണക്ട് ചെയ്യുക. അതുപോലെ സെലക്ടർ സ്വിച്ചിൻ്റെ 4ാമത്തെ ഇൻപുട്ട് പോയിന്റിലേക്ക് ട്രാൻസ്ഫോമറിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോയിൻറ്റ്, അത് നമ്മളിവിടെ എടുത്തേക്കുന്നത് 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എൻഡിങ് പോയിൻറ്റ്, അതായത് ഈ ലാസ്റ്റത്തെ ഈ ഒരു കോയിലിൻ്റെ എൻഡ് കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇവിടെ ഈ ഒരു സെലക്ടർ സ്വിച്ചിൻ്റെ 5ാമത്തെ ഇൻപുട്ട് ഇതിവിടെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഇനി നമുക്കിവിടെ കൊടുക്കാനുള്ള ടാപ്പിംഗ് പോയിൻ്റ് ഇല്ല. അപ്പോൾ സെക്കൻഡറി കോയിൽ വീണ്ടും കുറച്ചും കൂടെ ടാപ്പിംഗ് പോയിൻ്റ് ഇട്ട് ചുറ്റുവാണെങ്കിൽ നമുക്കിങ്ങനെ അടുത്ത ഇൻപുട്ടിലേക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ 5ാമത്തെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഈ ഒരു പോയിൻറ്റ്, അപ്പോൾ ഈ ഒരു വയർ നമുക്കിവിടെ ഫ്രീ ആയിട്ട് തൽക്കാലത്തേക്ക് ഇടാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ട്രാൻസ്ഫോമർ കറണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെലക്ടർ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒന്നിലിടുമ്പം ഫിലമെൻറ്റ് പയ്യെ മങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ 3 വോൾട്ടാണ് ഇപ്പം ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തേതിലേക്ക് ഇടുമ്പം കുറച്ചിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് തെളിയുന്നുണ്ട്. ഇപ്പം 6 വോൾട്ടാണ് കിട്ടുന്നത്. ഒന്നുകൂടെ കൂട്ടിയപ്പം ബൾബ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 9 വോൾട്ടാണ് കിട്ടുന്നത്. ഇപ്പം മാക്സിമം 12 വോൾട്ട്. 5ാമത്തെ കൂട്ടാൻ പറ്റില്ല, കാരണം 5ാമത്തേൽ ഇപ്പം ഈ ഒരു വയർ കണക്ട് ചെയ്യാത്തതുകൊണ്ട്, അതായത് വേറെ ടാപ്പിംഗ് പോയിൻ്റ് ഈ ഒരു ട്രാൻസ്ഫോമർ ഇല്ലാത്തതുകൊണ്ട് 5ാമത്തേൽ ഇടുമ്പോൾ ഓഫായി പോവും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് പല വോൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏത് നേരം വയറൊന്നും ഊരി മാറ്റി കുത്തിയൊന്നും വേണ്ട. ഇതുപോലെ സെലക്ടർ സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 5ാമത്തെ ഇൻപുട്ട് വയർ ഓരോ ഇതിലേക്കും ഓരോ ടാപ്പിങ്ങിലും കണക്ട് ചെയ്യുമ്പം ഇതും വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ സെലക്ടർ സ്വിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരേ സമയം 5 ഇൻപുട്ടുകൾ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ അതിലിപ്പം ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഇപ്പം ഇവിടെ റെക്ടിഫയർ കണക്ട് ചെയ്യാതെയാണ്. അപ്പോൾ നമുക്ക് LED ബൾബൊക്കെ തെളിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ടിലൊരു റെക്ടിഫയർ കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ റെക്ടിഫയർ കണക്ട് ചെയ്യേണ്ടത്, അതായത് റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് ഈ ഒരു ബൾബ് കണക്ട് ചെയ്ത ആ 2 പോയിൻറ്റ്, അതായത് നമ്മുടെ ഈ ഒരു സെലക്ടർ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഒരു പോയിൻറ്റിലും അതുപോലെ നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലുമാണ് റെക്ടിഫയറിൻ്റെ 2 ഇൻപുട്ടുകൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡയഗ്രാം പോലെ വരച്ച് കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന ഒന്ന് ക്ലോസ് ആയിട്ടൊന്നും കൂടി കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു സെലക്ടർ സ്വിച്ചിൻ്റെ സെൻട്രലിൽ നിന്നും ഔട്ട്പുട്ടും ബാക്കി ചുറ്റിനുള്ള ലെഗിൽ നിന്നും ഇൻപുട്ട് 1, 2, 3 അങ്ങനെ കണക്ട് ചെയ്തേക്കുവാണ്. സെലക്ടർ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഔട്ട് നമ്മൾ നേരെ ബൾബിൻ്റെ ഒരു കാലിലേക്കും അതുപോലെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, ആ ഒരു പോയിൻറ്റ് നമ്മൾ നേരെ ബൾബിൻ്റെ 2ാമത്തെ കാലിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വേറെ ക്യാബിലൊന്നും ആക്കുന്നില്ല. പിന്നെ ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് വരച്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഞാനിവിടെ ട്രാൻസ്ഫോമർ ഡയഗ്രാമാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ വരുന്ന ഓരോ ടാപ്പിങ്ങും കറക്റ്റായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് 3 വോൾട്ട്, 6 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട് ഈ 4 ടാപ്പിങ്ങിലേക്കാണ് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സെലക്ടർ സ്വിച്ചിൻ്റെ 4 ഇൻപുട്ടുകൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി സെലക്ടർ സ്വിച്ച് വരയ്ക്കാം. ഞാനിവിടെ റഫായിട്ടൊരു രൂപം വരയ്ക്കുന്ന കേട്ടോ. അങ്ങനെ ഞാനിവിടെ സെലക്ടർ സ്വിച്ചും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെലക്ടർ സ്വിച്ചിന് 1, 2 നമ്പർ ഇട്ടേക്കുന്ന ഇൻപുട്ട് കണക്ട് ചെയ്യാനുള്ള പോയിൻറ്റുകളാണ്. അപ്പോൾ ഈ സെലക്ടർ സ്വിച്ചും ട്രാൻസ്ഫോമറും തമ്മിൽ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ട്രാൻസ്ഫോമറിൻ്റെ 3 വോൾട്ട് ഔട്ട് കിട്ടുന്ന ഈ ഒരു ടാപ്പിങ് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് സെലക്ടർ സ്വിച്ചിൻ്റെ 1ാമത്തെ ഇൻപുട്ടിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുക ഈ രീതിയിൽ. ഇനി അടുത്തതായിട്ട് സെലക്ടർ സ്വിച്ചിൻ്റെ 2ാമത്തെ ഇൻപുട്ടിലേക്ക് ട്രാൻസ്ഫോമറിൻ്റെ 6 വോൾട്ട് ടാപ്പിങ് വരുന്ന ഈ ഒരു പോയിൻറ്റിൽ നിന്നുള്ള വയറും കണക്ട് ചെയ്യുക. ഇനി 3ാമത്തെ ഇൻപുട്ടിലേക്ക് 9 വോൾട്ടിൻ്റെ ഈ ഒരു ടാപ്പിങ് കണക്ട് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫോമർ റീവൈൻഡിങ്ങിൻ്റെ വീഡിയോ കാണാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വരില്ല. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ലാസ്റ്റ് പോയിൻറ്റ് 12 വോൾട്ടിൻ്റെ ആ ഒരു പോയിൻറ്റ് ഈ ഒരു സെലക്ടർ സ്വിച്ചിൻ്റെ 4ാമത്തെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വാങ്ങുന്ന സെലക്ടർ സ്വിച്ചിന് 6, 7 ഇൻപുട്ടുകളുണ്ടെങ്കിൽ അതിലിപ്പം കണക്ട് ചെയ്യാനുള്ള ടാപ്പിംഗ് പോയിൻറ്റ് ഇല്ലെങ്കിൽ കണക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ട്രാൻസ്ഫോമറും സെലക്ടർ സ്വിച്ചും ഈ രീതിയിൽ കണക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഔട്ട് എടുക്കുന്ന അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഈ ഒരു 0 വോൾട്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് മെയിനായിട്ടുള്ള ഒരു ഔട്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്, ആദ്യമേ ആ ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമുക്ക് DC ഔട്ട് വേണമെങ്കിൽ ഇവിടെ റെക്ടിഫയർ കൂടി കണക്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ സെലക്ടർ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഈ ഒരു പോയിൻറ്റ് ഇതാണ് 2ാമത്തെ ഔട്ട്പുട്ട്. ഇനി ഇതിൽ നമുക്ക് DC ഔട്ട്പുട്ട് കിട്ടാനായിട്ട് 4 ഡയോഡ് ഉപയോഗിച്ച് ഇതുപോലെ റെക്ടിഫയർ ഉണ്ടാക്കുക. അപ്പോൾ റെക്ടിഫയർ ഡയഗ്രാമാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഞാൻ ആദ്യം വരച്ച് തെറ്റിപ്പോയതുകൊണ്ട് ഞാൻ അവിടെ വെട്ടിക്കളഞ്ഞിട്ട് വേറെ 2ാമത് വരച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ 4 ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫയർ ഉണ്ടാക്കി റെക്ടിഫയർ കൂടി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു റെക്ടിഫയറിൽ കപ്പാസിറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കരുത്. കാരണം നമ്മളിപ്പോൾ ഒരു 12 വോൾട്ടിലായിരിക്കും സെലക്ടർ സ്വിച്ച് കിടക്കണമെന്ന് വിചാരിക്കുക. ആ ഒരു സെലക്ടർ സ്വിച്ചിനെ നമ്മൾ നേരെ 3 വോൾട്ടിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് ഒരു LED ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ LED ബൾബ് ആയിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആ LED ബൾബിന് ഓവറായിട്ടുള്ള വോൾട്ടേജ് കിട്ടും, അതായത് ഈ ഫിൽറ്റർ കപ്പാസിറ്റർ ചാർജ് ആയിരിക്കുന്നതിന്. അപ്പോൾ അങ്ങനെ ഓവർ വോൾട്ടേജ് കിട്ടി ആ ഒരു ലൈറ്റ് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം.